മാസപ്പടിയായി നൽകിയിരിക്കുന്നു. പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും മാത്രമല്ല, UDF മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും തുടർച്ചയായി കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യം പുറത്തു വരുമെന്നുള്ള ഭയാശങ്കയാണ് ശ്രീ വി ഡി സതീശനെ വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലം വളരെ ശക്തമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്ത വി ഡി സതീശൻ, നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ച വി ഡി സതീശൻ ഇപ്പോൾ മൗനം അവലംബിക്കാൻ കാരണം. പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങളും അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മറ്റൊന്ന്, കേരളത്തിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞ 3 മാസമായി അധികാരത്തിലിരിക്കുന്ന വി ഡി സതീശൻ സർക്കാർ പൂർണ്ണമായിട്ടും LDFിൻ്റെ അതേ നയങ്ങൾ തന്നെ തുടരുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും LDFനും UDFനും സമാനമായ നിലപാടാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കുറ്റാരോപിതരായിട്ടുള്ള SFIO ED അന്വേഷണത്തിൽ ദുരൂഹമായ മൗനമാണ് ശ്രീ വി ഡി സതീശൻ അവലംബിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം SFIO അന്വേഷണം ശക്തമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് BJPയും CPMും തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും നിരവധി ഗുരുതരമായ തെളിവുകളും കണ്ടെത്തലുകളും പുറത്തുവരികയും ചെയ്യുമ്പോഴും ശ്രീ വി ഡി സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം ശ്രീ പിണറായി വിജയനെതിരായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം ഉൾപ്പെട്ട കേസ് എന്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ ആ വിഷയത്തിൽ കുറ്റകരമായ ദുരൂഹമായിട്ടുള്ള മൗനം അവലംബിക്കുകയാണ്. അതിനുള്ള കാരണം, ഈ കേസ് ശരിയായ നിലയിൽ മുമ്പോട്ട് പോയാൽ പിണറായി വിജയനും കുടുംബാംഗങ്ങളും മാത്രമല്ല, UDFിലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഭയാശങ്കയാണ് തീർച്ചയായിട്ടും വി ഡി സതീശനെ ഇങ്ങനെ ഒരു മൗനം അവലംബിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് BJPയുടെ നിലപാട്. LDFും UDFും ചേർന്ന് നടത്തിയ ഒരു കുംഭകോണമാണ് യഥാർത്ഥത്തിൽ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയാണ് കരിമണൽ കർത്ത UDFിൻ്റെയും LDFിൻ്റെയും നേതാക്കൾക്ക് കോഴയായി നൽകിയിരിക്കുന്നത്, മാസപ്പടിയായി നൽകിയിരിക്കുന്നത്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും മാത്രമല്ല, UDF മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും തുടർച്ചയായി കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യം പുറത്തു വരുമെന്നുള്ള ഭയാശങ്കയാണ് ശ്രീ വി ഡി സതീശനെ വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലം വളരെ ശക്തമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്ത വി ഡി സതീശൻ, നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ച വി ഡി സതീശൻ ഇപ്പോൾ മൗനം അവലംബിക്കാൻ കാരണം. ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന LDF UDF അന്തർധാര എല്ലാ കേസുകളിലും കേരളത്തിൽ സജീവമാണ്. ഇതുവരെ നടന്ന എല്ലാ അഴിമതി കേസുകളിലും തുല്യ പങ്കാളിത്തമാണ് LDFനും UDFനും ഉള്ളത്.